എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പെരുവളത്ത് പറമ്പ്. ഇരിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ് പെരുവളത്ത് പറമ്പ്. ഇവിടെ നല്ല വെള്ളച്ചാട്ടം, ഭയങ്കര വൈബാണ്. ഇവിടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വൈബ് തന്നെയാണ്. അടിപൊളി. എന്തായാലും എല്ലാവരും ഇവിടെ വരണം. ഒത്തിരി പേര് കൂത്തുപറമ്പിൽ നിന്നും അതുപോലെ തലശ്ശേരിയിൽ നിന്നും ഇവിടുന്നും എല്ലാം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഞാനും ഇവിടത്തേക്ക് ആദ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ നല്ല വെള്ളച്ചാട്ടം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും പിന്നെ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിരുന്നു. അങ്ങനെയാണ് ഇവിടെ വരാൻ കാരണം. അതുപോലെ തന്നെ നല്ലൊരു ലൊക്കേഷനാണ്, കണ്ടാൽ മതിവരാത്ത അത്രയും നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ്. അപ്പോൾ ഇവിടെ വേറെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ എൻ്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട്, എനിക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നൊരു ഫ്രണ്ടുണ്ട്, പട്ടേരി രതീഷിൻ്റെ നാട് കൂടിയാണിത്. അപ്പോൾ ആൾ പ്രവാസിയാണ്. പ്രവാസത്തിൽ നിന്ന് ആൾക്ക് കാണാനും ഓക്കെ ആയിട്ട് ഞാൻ എന്തായാലും ആളോട് ഞാൻ പറഞ്ഞിട്ടില്ല. ആൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ വീഡിയോ എടുത്ത് അദ്ദേഹത്തിന് ഇട്ട് കൊടുത്താൽ സർപ്രൈസ് അല്ലേ. അപ്പോൾ അടിപൊളിയാണ്. എല്ലാ മഴക്കാലം ഈ മഴയുള്ള സമയം എനിക്ക് മനസ്സിലാകുന്നില്ല, ഈ മഴക്ക് മാത്രം എന്താ ആൾക്കാർക്ക് ഇങ്ങനെ കുളിക്കാൻ ഇത്രയധികം ഒരു ത്രില്ല് എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ 1-2 പേരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് മഴക്കാണ് കുളിക്കാൻ അടിപൊളി, അപ്പോൾ വെള്ളത്തിൻ്റെ ചൂട് നല്ല ചൂടായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകാമല്ലോ അല്ലേ. അവിടെ പോയിട്ട് ബാക്കി കാഴ്ച കാണിച്ചു തരാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് കല്ലൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നടക്കുമ്പോഴെല്ലാം തട്ടിത്തടഞ്ഞ് വീഴാൻ, പിന്നെ താഴെ ഈ വെള്ളച്ചാട്ടമാണ്. അപ്പോൾ വളരെയധികം സൂക്ഷിക്കണം. പ്രകൃതി രമണീയത എന്ന് പറഞ്ഞാൽ ഇതാണ്. പ്രകൃതി രമണീയത ഒടുക്കത്തെ രമണീയത തന്നെയാണ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ നടുക്കുന്ന എത്ര സംസാരിച്ചാൽ എത്ര കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കട്ടെ. അടിപൊളി എന്ന് പറഞ്ഞാൽ കുളിക്കാൻ വേണ്ടിയിട്ട് അമ്മച്ചി. കുറേ ആൾക്കാർ വെള്ളച്ചാട്ടത്തിൻ്റെ എന്താ പറയേണ്ടത്, അടിപൊളി. ഈ മഴക്ക് തന്നെയാണ് കുളിക്കുന്നത്. കുളി കാണാനും കുറേ ആൾക്കാർ നിന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ തുള്ളാൻ നിൽക്കുന്നുണ്ട്. മഴയായതുകൊണ്ട് കൊടയും വീഡിയോ എടുക്കലും ഒരുമിച്ച് നടക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലുണ്ടാകണേ, മുകളിൽ അയ്യാക്കല്ല നിൽക്കാനുള്ള ധൈര്യം. ഇവിടെ ഒന്നും ആഴമില്ലല്ലോ അല്ലേ? ആഴമില്ലല്ലോ അല്ലേ? ഇപ്പുറമുണ്ട്. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, ഈ മഴക്ക് കുളിക്കാൻ എന്താ സുഖം? മഴക്ക് കുളിക്കാൻ ഭയങ്കര സുഖാണോ? അതെ, മഴക്കാണ് കുളിക്കുന്നത് കാണുന്നത് കൂടുതലും ആൾക്കാർ. എല്ലാ ദിവസവും നിങ്ങൾ കുളിക്കാറുണ്ടോ? ഞായറാഴ്ച മാത്രം പണി ലീവ്. എന്ത് ചെയ്യുന്നത്? പേരെന്താ? അബു. ഫഹദോ? പറയണ്ടേ മക്കളെ.
ആ പോകാം. അയ്യേ പറയുന്നതിലിറക്കി പിള്ളേർ. ശരിക്കും കിട്ടുന്നില്ല ഇവിടുന്ന്. കണക്ക് കിട്ടുന്നില്ല. ചാടുന്ന കിട്ടുന്നില്ല കാര്യമായിട്ട്. ഇപ്പം ചാടും. അടിപൊളി. കോട ഇതാണ്. കോടയൊന്നും എടുക്കാൻ പാടില്ല. ആ കോട എടുക്കാൻ പാടില്ല, മഴ പെയ്യുമ്പോൾ കൊള്ളുവാ. രണ്ട് ചെറുപ്പക്കാർ ഭയങ്കരമായിട്ട് ചാടാൻ റെഡിയായിട്ട് നിന്നിട്ടുണ്ട്. നോക്കാം കിട്ടുമോ നോക്കാം. ഒരാൾ കാട്ടിലേക്ക്. കോടയൊരു പ്രശ്നം തന്നെയാണ്. ഈ പാത ഒരു കാനന പാതയാണ്. അപ്പോൾ കല്ലും മുള്ളും താണ്ടിയിട്ട് പോണം. അമ്മച്ചി വഴി അത്ര ശരിയല്ല, സ്ലിപ്പാവും. പിന്നെ ഭയങ്കര കാഴ്ചയാണ്. നടപ്പാതെയാണ് ദുർഘടം പിടിച്ച സംഭവം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് കുറേ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ്. എന്തായാലും അതിമനോഹരമായ കാഴ്ച തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. ഇവിടെയൊക്കെ ഭയങ്കര റിസ്ക് പിടിച്ചൊരു സ്ഥലമാണ്. ഇപ്പം ഞങ്ങൾ വരുമ്പോൾ ഇത്രയും ഭയങ്കര സ്പീഡിലൊന്നും വെള്ളം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് കണ്ട വെള്ളം. അതാണ് എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത്. ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇറങ്ങുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. ഇപ്പം ഭയങ്കര സ്പീഡിലാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ കുളിക്കുന്നത് കാണാൻ വന്ന കുറച്ച് ആൾക്കാർ. കൂത്തുപറമ്പെന്ന് വന്നതാണോ? മുകളിൽ ഇനിയും കുറേ മുകളിലോട്ട് പോകാനുണ്ട്.
ഈ സ്ഥലം ഭയങ്കര ഡേഞ്ചറായ സ്ഥലമാണ്. ഇപ്പം നമ്മൾ കേൾക്കുന്നില്ലേ കുറേ കുട്ടികളിലിങ്ങനെ ഒഴുക്കിൽപ്പെട്ടിട്ടെല്ലാം നമ്മുടെ നാടിൻ്റെ കണ്ണീരായി മാറുന്നു ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തു നിന്നാണ്. അപ്പോൾ അവർ ഇതാ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ആൾക്കാരുണ്ട്, കുറച്ച് ആൾക്കാർ. ഇത് മുകളിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് എത്രമാത്രം ക്ലിയർ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഇറങ്ങണം എങ്ങനെ കഴിയാ. കുറച്ച് ആൾക്കാർ ഇതിൻ്റെ മുകളിൽ നിന്നാണ് കുളിക്കുന്നത്. ആ മുകളിൽ അപ്പുറമാണ് മറ്റേ എന്താ പറയണ്ടത് വെള്ളച്ചാട്ടം. അപ്പോൾ ഇവർ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഉല്ലസിച്ചിട്ട് കുളിക്കുവാണ്. ഇത് ശരിക്കും 3 മണിയായിട്ടുള്ളൂ. ഇവിടെ കാണുമ്പോൾ 7 മണിയോ മറ്റോ ആയതുപോലെയുണ്ട്. നിർത്തിയാ? ആഹാ. നിങ്ങളുടെ പേരെന്താ പറഞ്ഞേ? ജാസിം. എവിടെയ സ്ഥലം? ഇരിക്കൂർ അല്ലേ? കുളിക്കുന്നില്ലേ? ഓ അല്ല, ഇവിടുന്നെല്ലാം ഇറങ്ങാ, കുഴപ്പമൊന്നുമില്ല. ഓ സുഖിക്കേണ്ട പണിയാണല്ലോ. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി, സൂപ്പർ. മാത്രമല്ല നല്ല ഒളിപ്പുണ്ട്, നല്ല പച്ചക്കെട്ടുമുണ്ട്. നിന്നാ പിന്നെ പോകാൻ പോക്കാം. അടിപൊളി ലൈഫാണ്. നല്ല അടിപൊളി ലൈഫാണ്. ആസ്വദിച്ച് സമാധാനം നല്ല എൻജോയ് ചെയ്ത് ഒരു മൂമെന്റ്സ് ഉണ്ടാക്കിയിട്ട് നല്ല കടക്കാട എല്ലായി. പാടുന്നുണ്ടാ? ശരിക്കും എല്ലാ അവധി ദിവസങ്ങളിലും ഇവിടെ വരേണ്ടത് തന്നെയാണ്. അതായത് കാണാൻ ഭയങ്കര സംഭവം തന്നെയാണ്. വെള്ളച്ചാട്ടം അതുപോലെ തന്നെ പ്രകൃതി രമണീയത എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ രമണീയതയാണ്. അതാണ് ഇവിടെ കാണുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുന്നാണ് സ്റ്റാർട്ട്, വെള്ളത്തിൻ്റെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഇങ്ങോട്ട് താഴോട്ട് പോക്കാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വീഡിയോ എടുക്കാനും അതുപോലെ കുളിക്കാനെല്ലാം വന്നിട്ടുണ്ട്.
ഈ ഒരു കാഴ്ച ഭയങ്കരം തന്നെ. എല്ലാവരും ത്രില്ലിലായിരിക്കും, പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് വെള്ളത്തിൽ ചാടുക, അതിനുശേഷം ഒഴുക്കിൽപ്പെട്ടു പോവുക. അപ്പോൾ അതെല്ലാം വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ ഇപ്പം അടുത്ത് തന്നെ കുറേ കുഞ്ഞുമക്കൾ നാടിന് നൊമ്പരമായിട്ടുണ്ട്. അതുപോലെ കുഞ്ഞുമക്കൾ മാത്രമല്ല വലിയ ആൾക്കാരും ഒക്കെ നാടിന് നൊമ്പരമായിട്ടുണ്ട്. അപ്പം എല്ലാവരും നീന്തം പഠിക്കാൻ നോക്കുക, അതാണ് ഏറ്റവും വലിയ രക്ഷ. പിന്നെ ഈ വഴിയുണ്ടല്ലോ, വഴി ഭയങ്കര സ്ലിപ്പാകുന്ന വഴിയാണ്. അടിപൊളി വ്യൂ തന്നെയാണ്. അത്രയും താഴെ നിന്നാണ് കുട്ടികൾ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്നത്. ഇത് വേണ്ട അതും ഇപ്പം ഞാൻ വീഡിയോ എടുക്കലും നടക്കലും ആകുമ്പോൾ ഞാനത് സ്ലിപ്പായിട്ട് പോകും, അത് ഉറപ്പാണ്. കുഞ്ഞുമക്കളെല്ലാം കൂട്ടിയിട്ട് വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. സ്ലിപ്പാവുന്നതും അതുപോലെ കൈയൊന്ന് വിട്ടാൽ ഭയങ്കര സ്ലിപ്പാവും, അതുപോലെ തന്നെ വെള്ളത്തിലേക്കും പോകും. അത് വളരെയധികം സൂക്ഷിക്കണം. ഭയങ്കര വെള്ളമാണ്, വെള്ളം ഒഴുകി വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ചെറുപ്പക്കാർക്ക് നല്ല ആവേശമാണ്. ഈ വെള്ളം കണ്ട് ശരിക്കും ഇങ്ങനെയുള്ള വെള്ളം ഈ ഭാഗത്ത് ഉണ്ടാവും. ഈ മറ്റേ മരങ്ങളെല്ലാം മറിഞ്ഞിട്ട് അത് കാണാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ഭയങ്കര ഒലിപ്പാണ്. കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് വെള്ളശക്തിയിൽ വരുന്നുണ്ട്, അപ്പോൾ എല്ലാവരും കയറിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനിയൊരു ദുരന്തം എവിടെയും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എല്ലാവരും ആൾക്കാരെല്ലാം സ്ലിപ്പായിട്ടുണ്ടോ, ഭയങ്കര സ്ലിപ്പ്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലുള്ള ആൾക്കാരായതുകൊണ്ട് ഇവർക്ക് ഇതിൻ്റെ ആഴവും
വെള്ളത്തിൻ്റെ ആ ശക്തിയെല്ലാം അറിയാം. അപ്പോൾ നമ്മൾ പുതുതായിട്ട് വരുന്ന ആൾക്കാർ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇല്ലടാ, അവരാരും കയറി ആയില്ലേ? തുള്ളല്ല തുള്ളല്ല. ശരിക്കും ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഇങ്ങനെ ചാടാൻ പറ്റും. ബാക്കിയുള്ള സ്ഥലമെല്ലാം ഭയങ്കര കല്ല് പൊങ്ങി നിന്നുകൊണ്ട് ചാടാൻ പറ്റൂല. മരത്തിൽ കയറിയിട്ടുണ്ട് ഒരുവൻ. ചാടുന്നത് കിട്ടുമെന്നറിയില്ല, നോക്കാം. ഒരാളല്ല, രണ്ടാൾ. അള്ളാഹി ഹെൽമറ്റ് അയ്യാക്കല്ല. എന്നൊക്കെ ഇനി വിളിക്ക്. അയ്യോ, കുളി മാത്രമില്ല. കുഞ്ഞും ബാധനെ കൊണ്ട് ഇവിടെ സുരക്ഷാ വലയുണ്ട്, ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ ഒഴുകി വരുന്നുണ്ടെങ്കിൽ അവിടെ തടഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ചെറിയ കൊച്ചു കുട്ടികളിലാകുമ്പോൾ അവിടെ പിടിക്കാൻ അങ്ങനെയുള്ള ഒരു ബോധം ഉണ്ടാവില്ല. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. കുട്ടികളെ വെള്ളത്തിലിറക്കുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം.
അപ്പോൾ വണ്ടി മാറ്റം ചെയ്യാം. അടിപൊളി വൈബ്. ചായക്കടിയുണ്ട്, ഇവിടെ വരുന്നവർക്ക് ചായയും കടിയുണ്ട്, പഴംപൊരി, അതുപോലെ എന്തൊക്കെയാ ഉള്ളത്? പഫ്സുണ്ട്, പഴംപൊരി ഉണ്ട്, ഉഴുന്നുവട ഉണ്ട്, ബർഗർ ഉണ്ട്. അടിപൊളിയാണ്, ഭയങ്കര നല്ല സ്മെല്ല്, ഫ്രഷ് ആയിട്ടാണ്. ഇതായിരുന്നു ചായക്കടയായിരുന്നു നിങ്ങളതാണോ? എവിടെ സ്ഥലം നിങ്ങൾ? ഇവിടെ തന്നെ ഇരിക്കൂർ അല്ലേ? അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, നല്ല ചൂടോട് കൂടിയുള്ള. ഇത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാണോ? ആ വാവ്, വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാണ്. അടിപൊളി. ഇനിയും കടി വരാനുണ്ട് അല്ലേ? ആ, എല്ലാ ദിവസവും ഇത്രയും ആൾക്കാരുണ്ടോ? എല്ലാ സൺഡേ? ആ, ശനി ഞായറുകളിൽ ഇഷ്ടംപോലെ ആൾക്കാർ. അപ്പോൾ ചായക്ക് ചായ ഉണ്ട്, എല്ലാം ഇവിടെ കിട്ടും. ഇവിടെ വേറെ ഒരു സാധനം, ഈ ഉപ്പിലിട്ട നെല്ലിക്ക എന്തൊക്കെയുള്ളത്? ആ, ക്യാരറ്റ്, ആ ഇരുമ്പുളി, ആ ബീറ്റ്റൂട്ട്, അങ്ങനെ കക്കിരിക്ക, ലൊട്ടക്കച്ച്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഇപ്പുറം ചായയായി. അതുപോലെ പിന്നെ നമുക്ക് ഞായറാഴ്ച ദിവസങ്ങളിലായതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട്. വണ്ടി വെക്കാൻ പോലും ഇവിടെ സ്ഥലമില്ല, അത്രയും ജനങ്ങൾ ഉണ്ട്. ഈ കാണുന്നത് താഴോട്ട് ഒഴുകി ഒഴുകി പോക്കാണ്. ഒഴുകിയിട്ട് എനിക്ക് തോന്നുന്നു ഇരിക്കൂർ പുഴയിലായിരിക്കും എത്തുക ഇത് മിക്കവാറും. അതെ, തോന്നല്ല, അതെ. ആൾക്കാരിങ്ങനെ ഒഴുകി ഒഴുകി വന്നുകൊണ്ടേയിരിക്കും. ഭയങ്കര വൈബാന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുവാണ്. കണ്ടില്ലേ? സംസാരിച്ച കേൾക്കുമെന്നറിയില്ല, അതുകൊണ്ടാണ് ആംഗ്യത്തിൽ പറഞ്ഞത്. എന്തായാലും തൽക്കാലം ഇവിടുന്ന് വിട പറയുകയാണ്. ഒരുപാട് സമയം ഇവിടെ നമ്മൾ നിന്ന് അങ്ങോട്ട് കയറാനും ഇറങ്ങാനും എല്ലാം വളരെയധികം ബുദ്ധിമുട്ടി. ഈ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മഴ കൂടുതലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. തൽക്കാലം ഇവിടുന്ന് പോവുകയാണ്. ബൈ ബൈ.